എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു സർവൈവൽ വേൾഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു സർവൈവൽ സീരീസിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്പോൺ ആയ സ്ഥലം ഒരു വൃത്തികെട്ട സ്ഥലമായി പോയി. ഒരു ഡെസേർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നോർമലി ഈ ഒരു സർവൈവൽ സീരീസ് തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രത്യേകത വെച്ച് നോക്കുവാണെങ്കിൽ ഇതുവരെയും ഒരു സർവൈവൽ സീരീസ് പോലും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല ഗൈസ്. ഇതുവരെ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു എൻഡർ ഡ്രാഗനെ പോലും കൊന്നിട്ടില്ല. അതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത. അത് എന്ത് ചെയ്യാനാ, ഓരോ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ച് അതങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സാധാരണ എല്ലാ സീരീസും നമ്മൾ എൻഡ് ആക്കാറ്. ഒന്നും ഇതുവരെ എൻഡ് ആക്കാറൊന്നും അല്ല, നമ്മൾ ഇതുവരെ ഒന്നും എൻഡ് ആക്കിയിട്ടില്ല. സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. എല്ലാം പതിപ്പിച്ച് നിർത്തണ പരിപാടിയായി പോയി. ബട്ട് ഈ ഒരു സീരീസ് എങ്കിലും എനിക്ക് ഫുൾ ആക്കണമെന്നൊരു ആഗ്രഹം. നടക്കുമെന്നോ നോക്കാം എന്തായാലും നമുക്ക്. സോ അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഇത് ഡെസേർട്ടും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റ് ആയാൽ നമുക്ക് നല്ല പണി കിട്ടും. സോ എന്താണ് ഇപ്പം വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ബോയ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് ഒരുപാട് ലെങ്ത് ഒന്നും കാണും. എന്റെ പൊന്നോ, വെള്ളം കൊള്ളാം. ഒരുപാട് ലെങ്ത് ഒന്നും കാണില്ല. നമുക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ബട്ട് അവിടെ നോക്കൂ, ഒരു സംഭവം. ഇത് ഞാൻ സീഡൊന്നും അല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് സീഡൊന്നും അല്ല, റാൻഡം സീഡാണ്. ഇവിടെ ഒരു നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വല്ലതും കിട്ടുമോന്ന് നോക്കാം. നെതർ പോർട്ടൽ, എനിക്കും വയ്യ. ഇവിടെ നെതർ പോർട്ടൽ തന്നെ കേട്ടോ ഇത്. അടിപൊളി. സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. ബട്ട് ഇതൊന്നും പക്ഷെ നമുക്ക് ഇപ്പൊ ഗുണമൊന്നും ഇല്ലടേ. ഗോൾഡൻ ക്യാരറ്റ് മാത്രം യൂസ് ചെയ്യാം. അയൺ ഇൻഗറ്റ് നമുക്ക് ആവശ്യം ഒരു സ്റ്റിക്ക്. നമുക്ക് ചെസ്റ്റ് അടിച്ചിട്ട് പോകാം കേട്ടാ. നമുക്ക് ആവശ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ബെഡും. അത് നമുക്ക് എങ്ങനെ ഒപ്പിക്കാൻ നോക്കണം. ഇത് ലോഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഈ ലോഡ് സ്റ്റോൺ എനിക്ക് തോന്നുന്നില്ല ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർ ഈ ലോഡ് സ്റ്റോൺ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ നമുക്ക് സ്റ്റിക്ക് പറഞ്ഞാൽ ഈ ലോഡ് സ്റ്റോണിന്റെ ഉപയോഗം നമുക്ക് അറിയാമല്ലോ. അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലോഡ് സ്റ്റോണിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോഡ് സ്റ്റോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളൊരു കോമ്പസ് ഉണ്ടാക്കിയിട്ട് ആ കോമ്പസ് വെച്ച് ലോഡ് സ്റ്റോണിൽ ഞെക്കണം. ലോഡ് സ്റ്റോണിൽ ക്ലിക്ക് ചെയ്യാം. ആ ടൈമില് നമുക്ക് എന്തോ കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടുവിടെ. ആ ടൈമില് അവിടെ ആ ഒരു ലൊക്കേഷൻ മാർക്കാവും. പിന്നെ കോമ്പസ് ലോഡ് സ്റ്റോണിലോട്ട് മാർക്കഡ് ആവും. അതാണ് സംഭവം. മനസ്സിലായ? ലിങ്ക് ടു ദ ലിങ്ക് ഓഫ് ദി അമേരിക്ക. അതാണ് സംഭവം. ഓക്കെ, സംഭവം അതാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഈ ലോഡ് സ്റ്റോൺ. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളെന്താ അറിയാതെ പറയാൻ പോണേ. നമുക്ക് എന്തായാലും മരം കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇവിടെ മരം കിട്ടിയില്ല, ബട്ട് നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ പറക്കൊണ്ട് പോകാം. ബിക്കോസ് നമുക്ക് ഇനി ഇങ്ങോട്ട് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ചാവുന്നത് കൊണ്ട് ഇങ്ങോട്ട് വരും, അത് കാര്യമില്ല. എന്തായാലും നമുക്ക് കിട്ടുന്ന സാധനമൊക്കെ പറക്കൊണ്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബെഡ് അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം. കാരണം നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി വിരുദ്ധരുടെ ശല്യങ്ങൾ ഇവിടെ ഭയങ്കര ഭയാനകമാണ്. ടെറാക്കോട്ട എടുക്കാൻ നമുക്ക് എന്തായാലും സ്പോണിലോട്ട് വന്നത് നല്ലൊരു കാര്യമായിട്ടുണ്ട്. അടിപൊളി. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഒരു ചെടി കണ്ടോ. ഇത് എന്ത് ചെടിയായത്? കൊള്ളാല്ലേ സംഭവം. എന്തോ സാധനം, പുതിയ തരത്തിലുള്ള ചെടി. ഞാൻ ഫയർലി ബുഷ് കൊള്ളാം കേട്ടോ. സാധനം കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ അങ്ങ് പറിച്ചോണ്ട് പോകാം. ഞാൻ ഇപ്പം ഒരുപാട് നാളായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. സോ പുതിയതായിട്ട് എന്തൊക്കെയോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാം. അവിടെ എന്താ ഞാൻ കാണുന്നേ? വില്ലേജ് അല്ലേ അത്? അടിപൊളിയായി. വില്ലേജ് കിട്ടിയാച്ച് ഏതാ? എന്തായാലും നല്ലൊരു ഇതായിട്ട് കേട്ടോ. നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലക്ക് എന്നൊക്കെ പറയാം. ലക്ക് ഇല്ലാത്തവരാണ്. ലക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ബെഡില്ല. അടിപൊളി. ലക്ക് മാത്രമായിട്ട് ബെഡില്ല. എന്താണ് മാൻ. ആവശ്യത്തിനുള്ള കുറച്ച് ഫുഡ് കിട്ടി. ഐ തിങ്ക് നമ്മുടെ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഒക്കെ ഉണ്ട്. ഇവന്മാരെയൊക്കെ നമുക്ക് ഒരു ബ്രീഡറൊക്കെ ഉണ്ടാക്കി ക്യൂർ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. സെറ്റാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ബെഡ് തപ്പാം ഫസ്റ്റ്. ഇതെന്താ ഇവിടെ എന്താ ഒരു വീടില്ല? ഇതെന്താ വീടില്ലാത്ത വില്ലേജ്? ഇവിടെ മുകളിലാട്ടാ വീടൊക്കെ. ഇവിടെ എന്തെങ്കിലും ഒരു ബെഡ്? ഇവിടെ ഒന്നും ഒരു ബെഡില്ലേ? ഇത് ദാരിദ്ര്യം പിടിച്ചവന്മാരോടോ? കിട്ടി. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഒരു നൈറ്റ് സ്കിപ്പ് ആക്കിയിട്ടുണ്ട് ഗായ്സ്. ഇത് ചെയ്യാനും ലെറ്റ്സ് ഗോ. പക്ഷെ ഇതുവരെ നമുക്കൊരു മരം ഹസ്കല്ലേ ഇത്? ആൻഡ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എടുത്തുകൊണ്ട് പോവാം. എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല, മരങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഇത്തിരി പാടാണ്. നമുക്ക് ഇനി എല്ലായിടത്തും എല്ലാ വീടുകളിലും കയറിയിട്ട് എന്തെങ്കിലും സാക്കമ ജംഗമ വസ്തുക്കളുണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടാൻ സാധ്യമേ ഇല്ല. നമുക്ക് ഈ മരം കിട്ടാത്തത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഈ ഡെസേർട്ടിൽ വന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഹേബയിലുണ്ടല്ലേ. നമുക്ക് എന്തായാലും ഗോൾഡൻ ക്യാരറ്റ് വെച്ച് ഒരുപാട് നേരം നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് വെച്ച് അങ്ങനെ സർവൈവ് ചെയ്യണേ കാട്ടിയും
എന്താ ഈ ഹെയ്ബയിലൊക്കെ തട്ടിപ്പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ ബ്രെഡ് ആക്കിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഈ എന്താ ഗോൾഡൻ ക്യാരറ്റ് എല്ലാം നമുക്ക് ശേഖരിച്ച് വെക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്തായാലും എന്താ കുറച്ച് വീറ്റൊക്കെ നിൽപ്പുണ്ടല്ലോ. നമുക്ക് എന്തായാലും വീറ്റിനെ എല്ലാം കൂടി തട്ടിപ്പൊടിച്ചെടുത്താലോ? അതായിരിക്കും നല്ലത്. നമുക്ക് ഈ വീറ്റിനെല്ലാം കൂടി തട്ടിപ്പൊടിച്ചെടുത്തിട്ട് ബാക്കി അതുപോലെ ഇവിടെ തന്നെ സീഡ് ചെയ്ത് വെക്കാം. ഇവിടെ എന്താ ഞാൻ ഫാർമേഴ്സ് ആയിട്ടുള്ള വില്ലേജേഴ്സിനൊന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ കമ്പോസ്റ്റിൽ തന്നെ മറ്റേ ഇവന്മാർ പറഞ്ഞൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇവിടെ വില്ലേജസ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു ഈ ഒരു വില്ലേജിൽ. പക്ഷേ ഫുഡ് സംഭവം അത്യാവശ്യം ഉണ്ട്, എന്നാലും വില്ലേജസ് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതും കൂടി അങ്ങോട്ട് ഇവിടെ നട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത് ബാക്കി എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ കിട്ടുമോ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ബ്രെഡും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ തട്ടിപ്പടിച്ച് കളയാം. നമുക്കൊരു ടൂൾസ് എന്തെങ്കിലും ഉണ്ടാക്കണം. പക്ഷെ അതിന് വേണ്ടി ഒരു മരമെങ്കിലും വേണം. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു നോർമൽ പിക്കാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് സ്റ്റോണ് കാര്യങ്ങളൊക്കെ തട്ടിപ്പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു മരത്തിന് വേണ്ടി ഒരു മരം വേണ്ട, ഒരു ഇത് മതി. നമുക്ക് എന്താ ഒരു ലോഗ് കിട്ടിയാൽ മതി ധാരാളം. പക്ഷെ അതൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ എന്തായാലും ഈ ഒരു അയൺ ഗോളത്തിനെ തല്ലിക്കൊന്നു നമുക്ക് കിട്ടുമല്ലോ കുറച്ച് അയൺ ഇൻകട്ട്. ഇവനെങ്ങനെ തട്ടിക്കൊന്നല്ല, അല്ലെങ്കിൽ വേണ്ട. ഇവൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇവിടെ ഉള്ളവർക്കൊക്കെ സംരക്ഷണം നൽകിക്കൊണ്ടാവും. അവിടെ നിന്നോട്ടെ. നമുക്ക് എന്തായാലും ഇപ്പം എന്തായാലും നോക്കണ്ട അവൻ്റെ കാര്യം. ഇങ്ങോട്ട് എവിടെയെങ്കിലും ഞാൻ നോക്കി നോക്കട്ടെ. എന്തെങ്കിലും ഒരു മരമെങ്കിലും കിട്ടുമോ ഞാൻ നോക്കി നോക്കട്ടെ. ഇല്ല, ഇവിടെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഈ ഒരു ബയോമിൻ്റെ പേരെന്തോന്നറിയാമോ? വാസ്ലാൻഡ് എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ ഒരു വാസ്ലാൻഡ് എന്നാണോ ഇങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ ഈ ഒരു ടെറാക്കോട്ടയൊക്കെയുള്ളൊരു ബയോമിനെ അറിയാമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടാ. എന്തായാലും ഇതുവരെ നമ്മൾ നോക്കി. ഞാൻ എന്തായാലും ആ സൈഡും കൂടി അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് നോക്കാം. എന്തെങ്കിലും വല്ല മരം വല്ല ബിരിയാണി കിട്ടിയാലോ. മറ്റു സാധനം പോയി വീണ് കണ്ടോ. എന്തായാലും നമുക്ക് ഒന്നും കൂടി സൈഡൊക്കെ ഞാൻ പോയി നോക്കാം. വല്ലതും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അവിടെയൊക്കെ പോയി നോക്കി. പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ മരമൊന്നും കിട്ടിയിട്ടില്ല. അവിടെ ഫുള്ള് എന്തോ കുറച്ച് വെള്ളമുള്ള ഭാഗമുണ്ട് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ വല്ലതും പോയി ചെയ്താൽ നമുക്ക് ഒരു മരങ്ങളും കാര്യങ്ങളും കിട്ടാൻ സാധ്യത ഉണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പം ഇപ്പം മൂടിയിട്ട് ചത്തേനെ. എന്തായാലും ഞാൻ ഈ ഡെസേർട്ടിൽ തന്നെ സർവൈവ് ചെയ്യണോ അതോ നമ്മൾ വേറെ ബയോം കിട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? ഇതല്ലേ ഒട്ടകമല്ലേ ഇത്? കയറാൻ പറ്റുമോ? റൈഡ് ഞെക്ക് കൊള്ളാലോ. ചെവിയിട്ട് അനങ്ങുന്ന ഇവനെ സാഡിലുണ്ടെങ്കിൽ മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടാ? അനങ്ങുന്നില്ലടാ. അനങ്ങണോ? ഓടാ, പോ പിടിച്ച് വന്ന് നമ്മളെ പിടിച്ച് ഇപ്പം തറയറിയോ? പോകുന്നില്ല, കൊള്ളത്തില്ല, പൊട്ടോട്ടകം, സ്പീഡില്ലാത്തോട്ടകം. അപ്പോഴേ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നെന്തായിരുന്നു, നമ്മൾ ഈ ഡെസേർട്ടിൽ തന്നെ സർവൈവ് ചെയ്യണോ അതോ വേറെ ബയോമിൽ നമ്മളെന്താ പോയിട്ട് സർവൈവ് ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ കമൻറ്റ് ബോക്സിൽ വിട്ട് തന്നേക്കണേ. അങ്ങനെ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. വേഗം തന്നെ കമൻറ്റ് ചെയ്ത് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇവിടെയൊക്കെ പോയിട്ട് കുറച്ച് ഗ്രൈൻഡൊക്കെ ചെയ്ത് എന്തെങ്കിലും ലോഗൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി വെക്കാം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണാനൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കണ്ട. കമൻറ്റൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റേ കിടക്കച്ച് വീഡിയോ വീണ്ടും കാണുന്നത്. ഇറ്റ്സ് മീ സോൺ 8K. ബൈ.